ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ലോർഡ്. പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ ദൈവം മഹോന്നതൻ. പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു ദൈവം, പ്രാർത്ഥിപ്പാൻ രാത്രിയിൽ മല കയറി യേശു. പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു ദൈവം, പ്രാർത്ഥിപ്പാൻ രാത്രിയിൽ മല കയറി യേശു. പ്രാർത്ഥനയിൽ രാപ്പകൽ ഉറച്ച നിലവിളിയോടെ മുട്ടിന്മേൽ വീണുഴുന്ന മുക്കാൽ. പ്രാർത്ഥനയാൽ രക്തം വിയർത്തു കർത്തൻ സകലർക്കുമായി. പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു ദൈവം. നമുക്കും പ്രാർത്ഥിക്കാം, അത് ജീവശ്വാസമല്ലോ. നമുക്കും പ്രാർത്ഥിക്കാം, അത് സ്വർഗഭാഷണമല്ലോ. നമുക്കും പ്രാർത്ഥിക്കാം, അത് ജീവശ്വാസമല്ലോ. നമുക്കും പ്രാർത്ഥിക്കാം, അത് സ്വർഗഭാഷണമല്ലോ. നമുക്കും പ്രാർത്ഥിക്കാം, അത് ദൈവകൽപ്പനയല്ലോ. നമുക്കും പ്രാർത്ഥിക്കാം, ഇനിയും പ്രാർത്ഥിക്കാം. നമുക്കും പ്രാർത്ഥിക്കാം, ഇനിയും പ്രാർത്ഥിക്കാം. പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു ദൈവം. തടവറ തകർത്തു പ്രാർത്ഥിച്ചു പൗലോസും ശീലാസും. തടവറ തുറന്നു പ്രാർത്ഥിച്ചു പത്രോസും സഭയും. തടവറ തകർത്തു പ്രാർത്ഥിച്ചു പൗലോസും ശീലാസും. തടവറ തുറന്നു പ്രാർത്ഥിച്ചു പത്രോസും സഭയും. തടവിൽ സ്വർഗം തുറന്നു പ്രാർത്ഥിച്ചു യോഹന്നാൻ. നമുക്കും പ്രാർത്ഥിക്കാം, ഇനിയും പ്രാർത്ഥിക്കാമല്ലോ. പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു ദൈവം, പ്രാർത്ഥിപ്പാൻ രാത്രിയിൽ മല കയറി യേശു. പ്രാർത്ഥനയെ രാപ്പകൽ ഉറച്ച നിലവിളിയോടെ മുട്ടിന്മേൽ വീണുഴുന്നു നമുക്കാ. പ്രാർത്ഥന രക്തം വിയർത്തു കർത്തൻ സകലർക്കുമാ. പ്രാർത്ഥനയാ രക്തം വിയർത്തു കർത്തൻ സകലർക്കുമായി. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ദൈവം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവായിരുന്നു. രാവും പകലൊക്കെയും കർത്താവ് പ്രാർത്ഥന ജാഗരിക്കുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണുന്നു. അതൊക്കെ നമുക്ക് നമ്മുടെ നല്ലൊരു മാതൃകയായിട്ട് കർത്താവ് നോക്കിയിരിക്കുന്നു. ശിഷ്യന്മാർക്കും അവരുടെ ആഗ്രഹപ്രകാരം അവർക്ക് പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് കർത്താവ്. മത്തായി സുവിശേഷം 6:9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുക: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരേണമേ. നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ഇന്നും ഈ പ്രാർത്ഥന വളരെ നമുക്ക് വിലപ്പെട്ടതാണ്. നമുക്ക് ഇന്നത്തെ മനപ്പാഠവാക്യമായിട്ട് ഈ പ്രാർത്ഥന നമുക്ക് പഠിക്കാം. സ്തോത്രം. അതുപോലെ ഹന്ന പ്രാർത്ഥിച്ചു അല്ലേ, ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി നിവേദിച്ചു എന്ന് നമുക്ക് കാണുന്നു. അത് ശമൂവേൽ പ്രവാചകൻ. അന്ന് ഇസ്രായേൽ ജനത്തിന് വളരെ അനുഗ്രഹീതനായി അദ്ദേഹം തീർന്നു. അത് മാത്രമല്ല, ഒരു കുഞ്ഞിന് വേണ്ടി ചോദിച്ച് കർത്താവിന് കൊടുത്തപ്പോൾ നമുക്ക് പിന്നെയും മക്കളെ നൽകി ദൈവം ആദരിച്ചു. ഹന്ന പ്രാർത്ഥിച്ചു, അതിന് മറുപടി ലഭിച്ചപ്പോൾ അവർ കർത്താവിൽ ആനന്ദിക്കുകയാണ്. ഇത്രമാത്രം ഒരു പരിശുദ്ധനും വേറെയില്ല. എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു എന്നവൾ ഉറക്കെ പറയുകയാണ്. പ്രാർത്ഥനയോടെ വിളിച്ചു പറയുകയാണ്. സ്തോത്രം. ഇതേപോലെ നമുക്ക് പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയോട് ഉപവാസത്തോടും കൂടി രക്ഷകനെ കാത്തിരിക്കുന്നൊരു ഹന്ന. അതുപോലെ ശിമ്യോൻ, അവർ രക്ഷകനെ വളരെ കാത്തിരുന്നു. അവർ കണ്ടു, പ്രാർത്ഥനയോടെ കാത്തിരുന്നു. അതിന് ആൻസർ കിട്ടി. അവർ രാപ്പകൽ പ്രാർത്ഥിച്ചു, കാത്തിരുന്നു.
രക്ഷകനെ കാണുവാനായിട്ടിടയായിത്തീർന്നു. അവർ ആ രക്ഷകനെ അവരോട് ചേർന്ന് അവർ ആനന്ദിക്കുകയും ആ രക്ഷകനെ കുറിച്ച് പ്രസ്താവിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നു. മാത്രമല്ല, അതെ, നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് 3 ഉത്തരവുണ്ട്. യെസ്, നോ, വെയിറ്റ്. പെട്ടെന്നുള്ള മറുപടിയുണ്ട്, കാത്തിരുന്നുള്ള മറുപടിയുണ്ട്. ചിലപ്പോൾ നമുക്ക് അത് തരില്ല എന്നായിരിക്കും കർത്താവ് പറയുന്നത്. എന്തായാലും ഒരു മറുപടി കർത്താവ് നമുക്ക് നൽകുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവജനം കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു. അതിനെല്ലാം ആ ദൈവജനത്തിൻ്റെ പീഡനത്തിനും പെർസിക്യൂഷൻ അനുഭവിക്കുന്ന അനേവർക്ക് വേണ്ടി, തടവറയിലായിരിക്കുന്ന അനേവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അതിനെല്ലാം ആൻസർ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അനേക കാര്യങ്ങൾ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നമ്മൾ ഇടിവിൽ നിന്നപ്പോൾ അതിനെല്ലാം കർത്താവ് ഓരോ ദിവസവും ആൻസർ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര മഹോന്നതനാണ് നമ്മുടെ കർത്താവ്. ഇനിയും നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിച്ചു മുന്നേറാം. നമുക്ക് അനേക ദൃഷ്ടാന്തങ്ങൾ തന്നെ വചനത്തിലുണ്ട്. പ്രാർത്ഥിപ്പിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിപ്പിൻ, കണ്ടെത്തും. മുട്ടുവിൻ, തുറക്കപ്പെടും. നമ്മുടെ കർത്താവാണ് അത് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിന് മുമ്പാകെ ഇനിയുള്ള നാളുകളും ആയിരിക്കാം. വലിയനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ വാക്യങ്ങൾ മത്തായി സുവിശേഷം 6:9-13. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. മത്തായി സുവിശേഷം 6:9-13 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ എപ്പോഴും അപേക്ഷ ചെയ്താൽ അപ്പോഴേ ഉപേക്ഷ കൂടാ ഉത്തരം തരുന്ന പ്രിയൻ. God bless you.